Hello all, welcome to CCPLUS. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്ന പുതിയൊരു കാര്യം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാവർക്കും അറിയാം, പരീക്ഷകളിൽ മിക്കവാറും എല്ലായ്പ്പോഴും നിങ്ങളോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് പ്രിപ്പയർ എ നോട്ടീസ് അല്ലേ. എന്തെങ്കിലും ഒരു ടോപ്പിക്ക് തന്നിട്ട് അതിനെക്കുറിച്ച് ഒരു നോട്ടീസ് തയ്യാറാക്കാൻ നിങ്ങളോട് ചോദിക്കും അല്ലേ. എങ്ങനെയാണ് നോട്ടീസ് തയ്യാറാക്കുന്നത്? പലപ്പോഴും നമുക്ക് കൺഫ്യൂസ് ആണ്, എങ്ങനെയാണ് എഴുതുന്നത്, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ് എങ്ങനെ നമുക്ക് നോട്ടീസ് പ്രിപ്പയർ ചെയ്യാം എന്നതാണ് ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നോക്കിയാൽ എന്താണ്, നോക്കിയേ, ഹൗ ടു പ്രിപ്പയർ എ നോട്ടീസ്, എങ്ങനെയാണ് നമ്മളൊരു നോട്ടീസ് തയ്യാറാക്കുന്നത്. അതിനെക്കുറിച്ച് ഹിൻസ് ആണ് നിങ്ങൾക്ക് ഞാൻ ആദ്യം തരാൻ പോകുന്നത്. നോക്കിക്കേ, റൈറ്റ് ദ വേർഡ് നോട്ടീസ് അറ്റ് ദ ടോപ്പ്. എന്ത് ചെയ്യണം? നോട്ടീസ് എന്ന് പറഞ്ഞ് നമ്മൾ മെൻഷൻ ചെയ്യണം. മെയിനായിട്ട് നമ്മൾ ആ എഴുതുന്ന നോട്ടീസിൻ്റെ അകത്ത് നെയിം ആൻഡ് പ്ലേസ് ഓഫ് ദ സ്കൂൾ, ഓർഗനൈസേഷൻ ഓർ ഓഫീസ് ഇഷ്യൂയിങ് ദ നോട്ടീസ് ഷുഡ് ബി മെൻഷൻഡ്. എന്താണ്? ഏതെങ്കിലും സ്കൂളിലാണോ ഇത് ചെയ്തു തരുന്നത്, അല്ലെങ്കിൽ ഓർഗനൈസേഷനാണോ, ഏതിൻ്റെ കീഴിലാണോ നമ്മളത് നോട്ടീസ് നൽകാൻ പോകുന്നത്, അതിനെക്കുറിച്ച് നമ്മൾ മെൻഷൻ ചെയ്തിരിക്കണം, അതിനെക്കുറിച്ച് നമ്മൾ എഴുതിയിരിക്കണം. ഗിവ് ആൻ അപ്രോപ്രിയേറ്റ് ഹെഡിങ്. അതും പോരാ, എന്ത് ചെയ്യണം? ആ പറയാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് നമുക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള എല്ലാവരും ക്യാപ്ചർ ചെയ്യുന്ന രീതിയിൽ ഒരു ഹെഡിങ് നമുക്ക് വേണം. ദാറ്റ് ദ ഡേറ്റ് ഓഫ് ഇഷ്യൂയിങ് ദ നോട്ടീസ്. അതുപോലെ തന്നെ ഡേറ്റ് നൽകണം. എന്തിനു വേണ്ടിയിട്ടുള്ള, ഏത് ഡേറ്റിനാണോ ആ നോട്ടീസ് നമ്മൾ കൊടുക്കുന്നത് അത് നമ്മൾ മെൻഷൻ ചെയ്യണം. ക്ലിയർലി മെൻഷൻ ദ ടാർഗറ്റ് ഗ്രൂപ്പ്. അതായത് ആർക്ക് വേണ്ടിയാണോ നമ്മൾ കൊടുക്കുവാൻ പോകുന്നത് അവരെ നമ്മൾ മെൻഷൻ ചെയ്യണം. പർപ്പസ് ഓഫ് ദി നോട്ടീസ്. ഏത് കാര്യത്തിന് വേണ്ടിയിട്ടാണ്, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ നോട്ടീസ് തയ്യാറാക്കുന്നത്, ആ ഒരു പർപ്പസ് മെൻഷൻ ചെയ്തിരിക്കണം. മെൻഷൻ ഓൾ ദി റെലവൻറ്റ് ഡീറ്റെയിൽസ്, ദാറ്റ് ഈസ് ഡേറ്റ്, വെന്യൂ, ടൈം. അതായത് നമുക്കറിയാം, നമ്മൾ നോട്ടീസ് എഴുതുമ്പോൾ നമുക്ക് അത്യാവശ്യം നമ്മൾ എഴുതേണ്ട കാര്യങ്ങളാണ് ഡേറ്റ് എന്നാണ്, എവിടെ വെച്ചാണ്, അല്ലെങ്കിൽ ഏത് ടൈമിലാണ് അത് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് നമ്മൾ അവിടെ പറഞ്ഞിരിക്കണം. സിഗ്നേച്ചർ, നെയിം ആൻഡ് ഡെസിഗ്നേഷൻ ഓഫ് ദി പേഴ്സൺ ഇഷ്യൂയിങ് ദ നോട്ടീസ്. അതുപോലെ തന്നെ ആ നോട്ടീസ് ആരാണ് നൽകുന്നത് എന്നറിയിക്കുവാൻ വേണ്ടിയിട്ട് ആ വ്യക്തിയുടെ സിഗ്നേച്ചർ വേണം അതിൻ്റെ അകത്ത്. പിന്നെ എന്ത് വേണം? പേര് വേണം. അതുപോലെ തന്നെ എന്ത് വേണം? അദ്ദേഹം എവിടെ നിന്നാണ് ആ പേഴ്സൺ നൽകുന്നത് അതിനെക്കുറിച്ച് മെൻഷൻ ചെയ്തിരിക്കണം. പിന്നെന്താണ്? പുട്ട് ദ നോട്ടീസ് ഇൻ എ ബോക്സ്. മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ഒരു ബോക്സിനുള്ളിലായിരിക്കണം നമ്മുടെ എന്തെന്ന് പറയുന്നത്, ഈ നോട്ടീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുമാതിരിയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഇനി ആഗ്രഹിക്കുന്നില്ലേ? അതെ, നിങ്ങൾക്ക് ആഗ്രഹമുണ്ടല്ലേ? ഇതുപോലുള്ള ക്വസ്റ്റ്യൻസുമായിട്ട് ഇനിയും ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തും. ഇപ്പം നിങ്ങൾക്ക് നോട്ടീസെല്ലാം കിട്ടിയുള്ളൂ, ഇനി നമുക്ക് ലെറ്റർ ഉണ്ട്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഇനിയും പഠിക്കുവാൻ വേണ്ടിയിട്ടുണ്ട്. ഇത് ഈ ഒരു സബ്ജക്റ്റിന് മാത്രമല്ല, ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിന് മാത്രമല്ല, ബാക്കി എല്ലാ സബ്ജക്റ്റുകൾക്കും അതിൻ്റേതായ ടീച്ചേഴ്സ് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളുമായിട്ട് നിങ്ങളുടെ മുമ്പിലെത്തുന്നതായിരിക്കും. നോക്കിയേ, നിരവധി ടീച്ചേഴ്സ് നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ ക്ലാസ്സസ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അവരെല്ലാവരും എന്താണ്? നിങ്ങൾക്ക് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു നോട്ടീസ് തയ്യാറാക്കുമ്പോൾ എന്ത് ശ്രദ്ധിക്കണം എന്നാണ് നമ്മൾ പറഞ്ഞത്? അതിനൊരു ബോക്സിൽ വേണമെന്ന് ഞാൻ പറഞ്ഞു അല്ലേ. നോക്കിക്കേ, ഇതിപ്പോൾ ഒരു ബോക്സിൻ്റെ അകത്തല്ലേ കിടക്കുന്നത്. അതുപോലെ എന്താണ്? നെയിം ഓഫ് ദി ഇഷ്യൂയിങ് ഏജൻസി ഓർ അതോറിറ്റി. കണ്ടോ, നമ്മൾ ആദ്യം പറഞ്ഞായിരുന്നു അല്ലേ. പിന്നെ നോട്ടീസ് എന്ന് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഡേറ്റ് ഓഫ് ദി ഇഷ്യൂ ഓർ റിലീസ് ഓഫ് ദി നോട്ടീസ്, എന്നാണ് റിലീസ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് നമ്മൾ മെൻഷൻ ചെയ്യുന്നു. ടൈറ്റിൽ, സബ്ജക്റ്റ് ഓഫ് ദി ഇവന്റ് ബോഡി. അതായത് ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്ത് കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത് അതിനെ ബേസ് ചെയ്ത് ഒരു ടൈറ്റിൽ കൊടുക്കുന്നു, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ എഴുതുന്നു. ഈ ബോഡിക്കകത്താണ് നമ്മൾ എന്ത് എഴുതേണ്ടത്? ഡേറ്റ്, ടൈം, ഡ്യൂറേഷൻ, പ്ലേസ്, വെന്യൂ. ഈ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്തിരിക്കണം? നമ്മൾ ബോഡി പാർട്ടിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. ഇനി അതോറൈസ് സിഗ്നേറിറ്റി അല്ലേ. എന്താണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്? ആരാണോ ഈ നോട്ടീസ് നമുക്ക് തരുന്നത് അവരുടെ സിഗ്നേച്ചറും പേരും ആരെന്ത് പൊസിഷനിൽ ഇരിക്കുന്നതാണോ ആ പൊസിഷനും എല്ലാം ഇവിടെ ഇത് ചെയ്തിരിക്കണം, അവസാനം മെൻഷൻ ചെയ്തിരിക്കണം. അപ്പോൾ ഇതാണ് ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഇനി ഈ ഫോർമാറ്റ് ബേസ് ചെയ്ത് നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിയാലോ. നോക്കിക്കേ, യു ആർ ദ ഹെഡ് ഗേൾ ഓർ ബോയ് ഓഫ് മേരി മാതാ ഇന്റർനാഷണൽ സ്കൂൾ. യുവർ സ്കൂൾ ഈസ് soon going to publish the annual magazine next month. Write a notice for the notice board of your school inviting students to submit write-ups. എന്താണ് പറഞ്ഞിരിക്കുന്നത്? മേരി മാതാ സ്കൂൾ ഇൻ്റർനാഷണൽ സ്കൂൾ എന്ന് പറയുന്ന സ്കൂളിലെ ഒരു ഹെഡ് ഗേൾ അല്ലെങ്കിൽ ബോയ് ആണ് നിങ്ങളെന്ന് നിങ്ങൾ ഉദ്ദേശിക്കുക. നിങ്ങളോട് പറയുകയാണ് എന്ത് ചെയ്യുവാൻ വേണ്ടിയിട്ട്? ഒരു നോട്ടീസ് തയ്യാറാക്കണം. എന്തിനു വേണ്ടിയിട്ട്?
പിള്ളേരെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് സ്കൂൾ മാഗസിനിലേക്ക് വേണ്ടിയിട്ട് റൈറ്റപ്സിന് വേണ്ടിയിട്ട് ഒരു നോട്ടീസ് തയ്യാറാക്കണമെന്ന് പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എങ്ങനെ ആ നോട്ടീസ് പ്രിപ്പയർ ചെയ്യുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതുപോലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇനി ആവശ്യമുള്ളതല്ലേ? അങ്ങനെയാണെങ്കിൽ ഉടനെ തന്നെ ഞങ്ങളുടെ CC+ ആപ്പിൽ ജോയിൻ ചെയ്യുക. നോക്കുക, 40% ഓഫറാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഉള്ളത്. എത്രയും വേഗം ജോയിൻ ചെയ്യുക. ഇവിടെ ഇഷ്ടംപോലെ ക്ലാസ്സുകൾ, നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിലുള്ള ആനിമേറ്റഡ് ആയിട്ടുള്ള വീഡിയോകൾ, മറ്റു കാര്യങ്ങളെല്ലാം എന്താണ് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ എത്രയും വേഗം സമയം കളയാതെ എന്ത് ചെയ്യുക, CC+ൽ ജോയിൻ ചെയ്യാൻ തയ്യാറാവുക. ഓക്കെ, ഇനി നോക്കിയേ, ഇപ്പം നമ്മൾ കണ്ട ക്വസ്റ്റ്യനുള്ള ആൻസർ ആണ് ഞാൻ ഇനി തരാൻ പോകുന്നത്. നോക്കിക്കേ, മേരി മാതാ ഇൻ്റർനാഷണൽ സ്കൂൾ കർമ്മന അല്ലേ, അങ്ങനെ ഒരു സ്കൂളുണ്ട് എന്ന് നമ്മൾ വിചാരിക്കുന്നു. ഇനി അതിൻ്റെ താഴെ നോട്ടീസ് എന്ന് കൊടുക്കുകയാണ്. March 1, 2021 റിലീസിംഗ് ഡേറ്റ് എന്ന് കൊടുക്കുന്നത്. കോൾ ഫോർ സബ്മിഷൻ എന്ന് പറയുന്നത് എന്താണ്, ടൈറ്റിലായിട്ട് നമ്മൾ കൊടുക്കുകയാണ്. നോക്കിയേ, ദിസ് ഈസ് ടു ഇൻഫോം ഓൾ ദ സ്റ്റുഡൻസ് ദാറ്റ് അവർ സ്കൂൾ ഈസ് ഗോയിങ് ടു പബ്ലിഷ് ഇറ്റ്സ് ആനുവൽ മാഗസിൻ നെക്സ്റ്റ് മന്ത്. All those who wish to contribute can mail their entities to marymadaschool@gmail.com. Write-ups will be accepted lasted by March 30, 2021 till 12 p.m. You can take any topics of your choice. For further information, contact your respective class teacher. Amit Shiva, Head Boy, Mary Mada International School. മനസ്സിലായില്ലേ? അതായത് ഇതിനെന്തുണ്ട്, ആദ്യമേ കൊടുക്കുക ഏത് സ്കൂളാണ് അല്ലേ, അത് എവിടെയാണ് എന്ന് കൊടുക്കുന്നു. പിന്നെ നോട്ടീസ് എന്ന് കാണിക്കുകയാണ്, ഏത് ഡേറ്റിലാണ് ഇത് റിലീസ് ചെയ്യുന്നതെന്ന് കാണിക്കുന്നു. കോൾ ഫോർ സബ്മിഷൻ എന്ന് പറഞ്ഞൊരു ഹെഡിങ് നൽകുന്നു. പിന്നെ നോക്കിക്കേ, ഇതിൻ്റെ അകത്ത് ബാക്കി എല്ലാ കാര്യങ്ങളും മെൻഷൻ ചെയ്തിട്ടില്ലേ? നോക്കിക്കേ, എല്ലാ കാര്യങ്ങളും നോക്കിക്കേ, എന്താണ്, ആനുവൽ മാഗസിൻ പബ്ലിഷ് ചെയ്യാൻ പോവുകയാണ് എന്ന് നമ്മൾ പറയുന്നു. അതുപോലെ തന്നെ എന്താണ്, ഏതിലേക്ക് വേണം അയക്കാൻ എന്ന് നമ്മൾ ക്ലിയർ ആയിട്ട് പറയുന്നു. എത്ര തീയതി വരെ അത് അക്സെപ്റ്റ് ചെയ്യുമെന്ന് പറയുന്നു, ടൈമും പറയുന്നു. പിന്നെ ആരെ കോണ്ടാക്ട് ചെയ്യണം, ഇനി ഇതിനുള്ള ബാക്കി കാര്യങ്ങൾക്ക് ആരെ കോണ്ടാക്ട് ചെയ്യണം എന്നുമുള്ള രീതിയിൽ എല്ലാ ഡീറ്റെയിൽസും അടങ്ങിയ ഒരു നോട്ടീസാണ് ഇത് അല്ലേ, ആ ചോദ്യത്തിൻ്റെ എല്ലാ ഡീറ്റെയിൽസും. അതുപോലെ തന്നെ ലാസ്റ്റ് എന്താണ്, ആരാണോ ആ ഹെഡ് ബോയ് അല്ലെങ്കിൽ ഹെഡ് ഗേൾ എന്ന് പറയുന്നത് ആ വ്യക്തി ആരാണെന്നും അയാളുടെ അവിടുത്തെ പൊസിഷൻ എന്താണെന്നും അദ്ദേഹം എവിടെ നിന്നാണത് നൽകുന്നതെന്നുമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള രീതിയിൽ നിങ്ങളോട് എന്ത് ചെയ്യാൻ ചോദിക്കും, നോട്ടീസുകൾ പ്രിപ്പയർ ചെയ്യാൻ ചോദിക്കും. ഇപ്പോൾ പുതിയ ഫോമാറ്റ് ഉപയോഗിച്ച് നോക്കുക, എല്ലാം എന്താണ്, ഈ ഒരു ലെഫ്റ്റ് സൈഡ് കോൺസെൻട്രേറ്റ് ചെയ്ത് വേണം നിങ്ങൾ എല്ലാ കാര്യങ്ങളും എഴുതുവാൻ വേണ്ടിയിട്ട്. അത് നിങ്ങൾ മറന്നു പോകരുത്, അത് നിങ്ങൾ ഓർത്തിരിക്കുക തന്നെ വേണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നോട്ടീസിനെ കുറിച്ച് നിങ്ങളോട് പറയാനായിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ CCയിൽ നമ്മുടെ ഇംഗ്ലീഷിൻ്റെ ഇതുപോലെ ടീച്ചേഴ്സിൻ്റെ ക്ലാസ്സുകൾ മാത്രമല്ല, 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് എന്തുണ്ട്, സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസ് അവൈലബിൾ ആണ്. സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 1 hour ക്ലാസ്സാണ് നിങ്ങൾക്കുള്ളത്. എന്ത് ചെയ്യുകയാണ്, നിങ്ങൾ നോട്ടൊന്നും എഴുതുകയൊന്നുമല്ല, എന്ത് ചെയ്യുകയാണ് ചെയ്യുന്നത്, ഇവിടെ നിങ്ങളെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതോടുകൂടി നിങ്ങളുടെ എന്താണ്, ഇംഗ്ലീഷ് നിങ്ങൾക്ക് നല്ലപോലെ പഠിക്കുവാനായിട്ടുള്ള ഒരു അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലപോലെ പറയുവാനായിട്ടുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകും. അതുപോലെ തന്നെ എന്താണ്, ഒരു ഇൻഡിവിജ്വൽ കെയർ ആണ് നിങ്ങൾക്ക് നൽകുന്നത്. ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് കൂടിപ്പോയാൽ 8 പേര് മാത്രമാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ എന്താണ്, ഓരോ കുട്ടികളെയും മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ നവോദയ പ്രവേശന പരീക്ഷയ്ക്കുള്ള പരിശീലനവും ഉണ്ട് ഇവിടെ. നവോദയ സ്കൂളിൽ നമ്മൾ ജോയിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ നല്ലൊരു കാര്യമാണ് അല്ലേ. അതായത് ഇവിടെ നല്ല സെൻട്രൽ ഗവൺമെൻറ് കീഴിലാണ് നമ്മൾ നിൽക്കുന്നത്. നമുക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് എന്ന് പറയുന്നത്. ആ സ്കൂളിലേക്കുള്ള പ്രവേശന പരീക്ഷ എന്ന് പറഞ്ഞാൽ പല കുട്ടികൾക്കും ഇച്ചിരി പാടൊക്കെയാണ് എന്ന് കരുതുന്ന കുട്ടികളുമുണ്ട്. പേടിക്കണ്ട, നിങ്ങൾക്കുള്ളൊരു സൊല്യൂഷനാണ് ഇവിടെ. CC+ അല്ലേ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, ഇവിടെ ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, നവോദയ സ്കൂളിൻ്റെ ട്രെയിനിങ്ങും ക്ലാസ്സസും എല്ലാം എന്താണ് ഇവിടെ അവൈലബിൾ ആണ്. നിങ്ങൾക്കുള്ള എക്സാംസും എങ്ങനെയൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നതിനെക്കുറിച്ച് എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ഡിസ്കഷൻ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ സാറന്മാർ അല്ലെങ്കിൽ ടീച്ചേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് മെൻറ്റേഴ്സായിട്ട് ഇവിടെ നിങ്ങളുടെ എന്താണ് നിങ്ങൾക്കുണ്ടാകുന്ന ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാൻ അവർ തയ്യാറാണ്. ഓക്കെ, ഇനി
ഇവിടെ ക്ലാസ്സസ് അവൈലബിൾ ആണെന്ന് ഞാൻ പറഞ്ഞു. നോക്കിക്കേ, വീഡിയോ ക്ലാസ്സസ് ഉണ്ട്, ടെസ്റ്റ് പേപ്പേഴ്സ് ഉണ്ട്, മോഡൽ എക്സാംസ് ഉണ്ട്, പ്രാക്ടീസ് ആൻഡ് എക്സസൈസ് ഉണ്ട്, ഫുൾ സിലബസ് ബേസ്ഡ് ക്ലാസ്സസ് ഉണ്ട്, ഡൗട്ട് ക്ലിയറിംഗ് സിസ്റ്റം ഉണ്ട്, സ്റ്റഡി ഗ്രൂപ്പ്സ് ഉണ്ട്, പേഴ്സണൽ കെയർ ഉണ്ട്, നോട്ട് സപ്പോർട്ട്സ് ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ മതി നമുക്കൊന്ന് പഠിച്ച് ജയിക്കാൻ വേണ്ടിയിട്ട് അല്ലേ. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ഉടനെ തന്നെ എന്ത് ചെയ്യുക, CC+ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, ജോയിൻ ചെയ്യുക. നിങ്ങളുടെ ലൈഫ് എന്താണ്, നല്ല രീതിയിൽ പഠിച്ച് നല്ല മാർക്കോട് കൂടി എന്ത് ചെയ്യുക, പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വാങ്ങാനായിട്ട് തയ്യാറാവുക. അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനുള്ള നമ്പർ ഇവിടെയുണ്ട്. ഉടനെ തന്നെ വിളിച്ച് ജോയിൻ ചെയ്യുക. താങ്ക് യു.